പറ്റിയില്ലേ? അപ്പൊ അതൊരു ശിക്ഷ. അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കളിച്ച് ജയിക്കുക എന്നുള്ളതാണ്. അത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കൂ കേട്ടോ. ഇരിക്കാം. ശൈത്യ, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതേപോലെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും. മണ്ണിടിച്ചിലുണ്ടാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവികൾ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ മറികടന്ന് നമ്മൾ ആ ലാസ്റ്റിലത്തെ ഒരു പോയിന്റിൽ എത്തണം. അതേസമയം നമ്മൾ അതിനെല്ലാം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുനർജനി എന്ന് പറയല്ലേ, ഇവരുടെ കൂടെ കയറി അപ്പുറത്ത് പോകുമ്പോൾ ഒരു പുതിയ ആളായിട്ട് വരട്ടെ. ഓക്കെ, ഡോക്ടർ ബെഡി. 7ന്റെ പണി പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. 7ന്റെ പണി ഏത് സമയത്തും എങ്ങനെയും വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നത്. ഒരു കംഫർട്ട് സോണേ അല്ലായിരുന്നു. പക്ഷെ ഇത് സക്സസ്ഫുള്ളി ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരെയും കുറെ കൂടെ പഠിക്കാൻ പറ്റി. കുറെ ടാസ്ക് വന്നു, ഫുഡിന്റെ കാര്യത്തിൽ അതിലും ഇതിലും എല്ലാം ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനിയും തുടർന്നും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടഫായിരിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറെ ടൈപ്പ് ഓഫ് ആളുകള്, കമ്മ്യൂണിക്കേഷൻസ്, തർക്കങ്ങള്, വിഷയങ്ങള്, നമ്മുടെ വീട്ടിലൊക്കെ നിസ്സാരമെന്ന് കരുതുന്ന വിഷയങ്ങൾ ഇവിടെ ഭൂം എന്ന് പറഞ്ഞാണ് പോകുന്നത്. അതെ, അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു, ഓരോരുത്തരും എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നൊക്കെ കാണാനുള്ള ഒരു ചാൻസ് കിട്ടി. സോ ഐ ആം ഹാപ്പി. ഷനവാസ്, 7ന്റെ പണി എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മോനെ, ഇതൊന്നും ആയില്ലല്ലോ. ഇല്ല, ഈ ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി എനിക്ക് ബാൻഡ് കിട്ടിയ കുച്ചല് ഒരു നിമിഷം കൊണ്ട്. മോഹൻലാൽ എന്ന മഹാനടൻ്റെ അവതരണം വളരെ നല്ല രീതിയിലാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ സീസണേക്കാളും വ്യത്യസ്തമായ അവതരണമാണ് ഈ സീസണിൽ മോഹൻലാൽ എന്ന മഹാനടൻ കാഴ്ചവെക്കുന്നത്. പരിവവും പരാതിയൊന്നും ഇല്ലാതെ അത് ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നു. വെരി ഗുഡ്. എനിക്ക് നല്ല ഇപ്പം ശരിയായി. വേറെ ചോയ്സ് ഇല്ല, ശരിയായാലേ പറ്റുള്ളൂ. അപ്പൊ അത് ശരിയാവും. അതാണ് ഏറ്റവും നല്ല കാര്യം. അതാണ്, നമുക്ക് വേറെ ചോയ്സ് ഇല്ലെങ്കിൽ അക്ലമറ്റൈസേഷൻ എന്ന് പറയാം, അതിലേക്ക് അങ്ങ് വരിക. അപ്പൊ ശരിയാവും, എല്ലാം ശരിയാകട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്? എനിക്ക് നല്ല ത്രില്ലുണ്ടായിരുന്നു. ഐ ലൈക്ക് ഗെയിംസ്, വിന്നിങ് ആൻഡ് അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ആൾക്കാർ ഫ്രം ഡിഫറെൻറ്റ് ഫീൽഡ്സ്, ഇവരെ നോക്കിയിട്ട് ഇവരുടെ മനസ്സിൽ എന്താണ് അതൊക്കെ സ്ലോലി